നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് സെബാമെഡിൻ്റെ ഈ ഫേസ് ക്രീമിൻ്റെ ഒരു റിവ്യൂ നോക്കാവേ. സെബാമെഡ് മാത്രമല്ല, ബാക്കി ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ ബേബി ക്രീംസിൻ്റെയും കൂടെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കറൻ്റ്ലി കുറേ പേര് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഈ സെബാമെഡിൻ്റെ ഫേഷ്യൽ പ്രൊട്ടക്റ്റീവ് ക്രീം എന്ന് പറയുന്നത്. നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ കുറച്ച് ചെറിയ എമൗണ്ട് എടുത്താൽ മതി. അത് എന്നിട്ട് സ്കിന്നിലേക്ക് അങ്ങ് തൊട്ട് കഴിയുമ്പോൾ തന്നെ അതങ്ങ് അബ്സോർബ് ആയി പോകും കേട്ടോ. അതിൻ്റെ ആ ടെക്സ്ചർ കൊണ്ടാണ് അത്ര ഈസി ആയിട്ട് അബ്സോർബ് ആവുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഹൈ ആണ് റേറ്റ്. നമ്പർ 1 ആയിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ബേബി പ്രോഡക്ട്സിലൊന്നാണ്. അതുപോലെ തന്നെയാണ് റേറ്റും ഹൈ ആണ്. അപ്പോൾ എല്ലാവർക്കും അഫോർഡബിൾ ആവില്ല. ഇത് 50 ml ഈ ഒരു ബോട്ടിലിന് തന്നെ 800 സംതിങ് ആണ് റേറ്റ് വരുന്നത്. അപ്പം ഞാനിത് മെയിനായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മേടിച്ചതെന്ന് പറഞ്ഞാൽ മോന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ സ്വിമ്മിങ്ങിന് പോയിട്ട് നമ്മുടെ ക്ലോറിൻ വാട്ടറിനകത്ത് ഫുള്ള് ഇറങ്ങി മുങ്ങിയിട്ട് മുഖമല്ല ബോഡി ഫുള്ളുണ്ട്. മുഖത്ത് ആ ഗ്ലാസ് വെക്കുന്ന സ്ഥലം ഒഴികെ ബാക്കി ഫുൾ ഫേസിലും ഇങ്ങനെ ടാൻ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും നമുക്ക്. അപ്പം ഞാനത് പോകുന്ന ട്രൈ ചെയ്ത് നോക്കാമെന്ന് ഓർത്തിട്ട് വാങ്ങിച്ചാൽ വിസിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ട് കേട്ടോ അത് യൂസ് ചെയ്തതിന് ശേഷം. പിന്നെ സ്കിൻ നല്ല സോഫ്റ്റ് ആൻഡ് സപ്പിൾ ആവുകയും ചെയ്യും. ഈ 2 കാര്യങ്ങളിൽ നല്ല വ്യത്യാസം നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അപ്പം നമുക്കറിയാം സെബാമെഡിൻ്റെ എല്ലാ പ്രോഡക്ട്സും റേറ്റ് കൂടുതലാണ്. അപ്പം ഇപ്പം ഈ അടുത്ത ഏകദേശം ഒരു 50 രൂപയോളം എല്ലാത്തിനും റേറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഷോപ്പിൽ വന്ന സപ്ലയർ പറയുന്നുണ്ടായിരുന്നു ഇനിയും റേറ്റ് കൂട്ടുവാണ് അവരെന്നുള്ളത്. അതായത് പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് എത്ര രൂപ കൂട്ടിയാലും കുഴപ്പമില്ല എന്നാണ് തോന്നുന്നു. എനിക്കറിയാം ഒരുപാട് പേര് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പേരിൽ സെബാമെഡ് യൂസ് ചെയ്യാതിരിക്കുന്നവരുണ്ടല്ലേ. പിന്നെ മാമ എർത്ത്, മദർ സ്പാഷ്, അവീനോ, പിന്നെ ജോൺസൺസ് ബേബി ക്രീം, ഹിമാലയ, അങ്ങനെ ഒരുപാടുണ്ട്. സെറ്റാഫിൽ, അങ്ങനെ കുറേ ബ്രാൻഡ്സ് ഉണ്ട്. പിന്നെ മോസ്തല, അത് അല്ലെങ്കിൽ വെനൂസിയ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അത് ഡോക്ടേഴ്സ് പറഞ്ഞാൽ മാത്രം നമ്മൾ യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളവർക്ക് നമുക്ക് ട്രൈ ചെയ്യാവുന്ന സിറ്റാഫിലും സെബാമെഡിനെ പോലെ തന്നെ റേറ്റ് കൂടിയതാണ്, കോസ്റ്റ്ലിയാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ചിലർക്കുള്ള ഒരു ഡൗട്ടാണ്, നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം ഉണ്ടാകുന്ന കുറച്ച് മാസങ്ങളിലേക്ക് കുഞ്ഞുങ്ങളുടെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലത് ഈ ടൈപ്പാണ്. ഇതിനകത്ത് അലൻറ്റോയിൻ ആൻഡ് പാന്തനോളാണ് ഈ ഒരു ഇതിനകത്ത് കണ്ടന്റ് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്കിൻ നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാനൊക്കെ, നമ്മുടെ സലൈവ, നമ്മുടെ ഉമിനീരൊക്കെ വീണിട്ട് കുഞ്ഞായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഉണ്ടല്ലോ, ആ സംഭവങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ഫേഷ്യൽ ക്രീം എന്നാണ് അവർ എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യത്തെ ആ ഒരു കുറച്ച് 1 അല്ലെങ്കിൽ 2-3 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ അത്രയും മാസം യൂസ് ചെയ്തിട്ട് പിന്നെ നമുക്ക് പറ്റുന്ന ബ്രാൻഡിലേക്ക് മാറാം കേട്ടോ. ഏത് സാധനം യൂസ് ചെയ്യുന്നതിന് മുമ്പ് അലർജിക്കാണോ കുഞ്ഞ്, അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി കുഞ്ഞിൻ്റെ സ്കിന്നിന് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഈ ഒരു പ്രോഡക്റ്റിൽ അവർ എഴുതിയേക്കുന്നത് ടെസ്റ്റ് ചെയ്തിട്ട് 100% അലർജിക് റിയാക്ഷനോ അല്ലെങ്കിൽ സെൻസിറ്റിവിറ്റി ഒന്നും ഇല്ല എന്നുള്ളത് പ്രൂവൺ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ ഒന്നെന്ന് പറഞ്ഞാൽ മദർ സ്പാഷിൻ്റെ സാധനങ്ങൾ കുറച്ചും കൂടെ റേറ്റ് കുറവാണ്. പിന്നെ അതിൽ കൂടുതലും പ്ലാൻ ബേസ്ഡ് ആണ്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ സ്മെല്ല് എല്ലാവർക്കും ഇഷ്ടമാവില്ല. അപ്പം നമ്മൾ സ്മെല്ലും ക്വാളിറ്റി എല്ലാം കൂടെ നോക്കുമ്പം ഇതായിരിക്കും ബെറ്റർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഫേഷ്യൽ പ്രൊട്ടക്റ്റീവ് ക്രീം അല്ലാതെ എക്സ്ട്രാ സോഫ്റ്റ് ഫേസ് ക്രീമും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു റേറ്റ് കുറവുണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം മറക്കാതിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം അല്ലെങ്കിൽ കുറച്ച് നാൾ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്ക് മാറ്റി ട്രൈ ചെയ്ത് നോക്കാം കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതനുസരിച്ച്. ആൻഡ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഏതാണെന്ന് വെച്ചിട്ട്. പിന്നെ മാമ എർത്തിൻ്റെ പ്രോഡക്റ്റിന് ഒരുപാട് പേര്, ഞാൻ പണ്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്, എനിക്ക് ക്രീം നല്ല ഇഷ്ടമായിരുന്നു. ലോഷൻ എനിക്ക് അത്ര ഇഷ്ടമല്ല, കാരണം അത് ഒരുപാട് വാട്ടറിയാണ് ലോഷനെ. അപ്പോൾ ക്രീം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ അടുത്ത് പലരും കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട് മാമ എർത്തിൻ്റെ ക്രീം തേച്ചിട്ട് സ്കിൻ ഡാർക്കായിന്ന്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ ആക്ച്വലി അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ ഉണ്ടോ എന്നുള്ളത്. ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ റേറ്റൊക്കെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ക്രൂവൽറ്റി ഫ്രീ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള സംഭവമാണ്. കുഞ്ഞുങ്ങളുടെ സ്കിന്നിന് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നും വരുത്താത്തതാണ്. പിന്നെ ഹിമാലയ നമുക്ക് ഇപ്പോൾ അവർ കുറച്ച് ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട് ക്വാളിറ്റി എന്ന് തോന്നുന്നു. എന്തായാലും പ്രോഡക്റ്റിൻ്റെ പാക്കിങ്ങിലൊക്കെ അവർ ക്വാളിറ്റി മാറ്റിയിട്ടുണ്ട്. പിന്നെ ബേബി ഡവ് ഉണ്ട്. ഡവിൻ്റെ കാര്യവും പറയുകയാണെങ്കിൽ ലോഷനാണുള്ളത്, നമുക്ക് ക്രീമായിട്ട് അവൈലബിൾ ആയിട്ടില്ല. സെറ്റാഫിലിൻ്റെ ലോഷനും കുഴപ്പമില്ല, അല്ലെങ്കിൽ ക്രീമും കുഴപ്പമില്ല. പക്ഷേ അത് ഈ ഒരു പ്രശ്നം അഫോർഡബിൾ അല്ല.